വടകരയാണിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഏറെ സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലം. CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിമാന പോരാട്ടം നടത്തിയ മണ്ഡലം. 2009 TP ചന്ദ്രശേഖരൻ RMP രൂപീകരിച്ച നാൾ മുതൽ CPM-ന് കനത്ത പ്രഹരമാണ് വടകരയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 2024 അതിനല്പം കൂടെ ശക്തി കൂടി. എന്നാലും അവർക്ക് ഏറെ പ്രതീക്ഷയാണ് CPM-നുള്ളത്. ബ്രാഞ്ച് ബൂത്ത് തല കമ്മിറ്റികളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വടകര തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. വടകര ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ശൈലജ 1200 മുതൽ 1500 വരെ വോട്ട് ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് CPM-ൻ്റെ അന്തിമ വിശകലനം. നോക്കണേ, CPM-ൻ്റെ ഒരു ഗതികേട്. ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിനകത്ത് കേരളത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ KK ശൈലജ, ഒരു ഭാവി മുഖ്യമന്ത്രി എന്നുവരെ ഉയർത്തിക്കാട്ടിക്കൊണ്ടിരുന്ന, അത് കൊടുക്കാനായിട്ട് കാരണഭൂതൻ അനുവദിക്കത്തില്ല, അത് വേറൊരു കാര്യം. അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ശൈലജ. ആ ശൈലജ 1200 മുതൽ 1500 വരെ വോട്ട് ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള CPM-ൻ്റെ കണക്ക് കൂട്ടൽ എന്തോ ഒരു നാണം കെട്ടതാണ്. ഇത് ബ്രാഞ്ച് ബൂത്ത് തല കമ്മിറ്റികളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണ് വടകര തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ P ജയരാജൻ വിജയിക്കുമെന്ന് CPM ഒരുപാട് കണക്ക് കൂട്ടി. പ്രാദേശിക കമ്മിറ്റികളിൽ നിന്ന് ലഭിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ആ നിഗമനം. എന്നാൽ ഫലം വന്നപ്പോഴോ 84,663 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ എതിർ സ്ഥാനാർത്ഥിയായ UDF-ലെ K മുരളീധരനാണ് വിജയിച്ചത്. ഈ സാഹചര്യത്തിൽ വളരെ കൃത്യമായ കണക്ക് മാത്രം നൽകിയാൽ മതിയെന്ന കീഴ്ക്കമ്മിറ്റികൾക്ക് ജില്ലാ കമ്മിറ്റി ഇപ്രാവശ്യം കർശന നിർദ്ദേശം നൽകിയിരുന്നു. സംശയമുള്ളതും ആടിക്കളിക്കുന്നതുമായ വോട്ടുകളെല്ലാം മാറ്റി നിർത്തി ഉറച്ച വോട്ടുകൾ മാത്രമാണ് ബൂത്ത് തല കമ്മിറ്റികൾ ഇക്കുറി കൈമാറിയത്. വടകര, കൊയിലാണ്ടി, പേരാമ്പ്ര, കുറ്റ്യാടി, നാദാപുരം നിയമസഭാ മണ്ഡലങ്ങളിൽ UDF-ന് തന്നെ ആകെ ഇത്തവണയും മേൽക്കൈ എന്നും തലശ്ശേരി, കൂത്തുപറമ്പ് എന്നിവിടങ്ങളിൽ ലഭിക്കുന്ന ഭൂരിപക്ഷം കൊണ്ട് UDF-നെ മറികടക്കാൻ കഴിയും എന്നുമാണ് CPM-ൻ്റെ കണക്കുകൂട്ടൽ. പേരാമ്പ്ര, കുറ്റ്യാടി, നാദാപുരം മണ്ഡലങ്ങളിൽ അടിയൊഴുക്ക് ശക്തമാണെന്നും NDAക്ക് വടകരയിൽ കാര്യമായ മുന്നേറ്റം CPM പ്രതീക്ഷിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ വത്സൻ പനോളി ഉൾപ്പെടെയുള്ളവരാണ് അന്തിമ വിശകലന റിപ്പോർട്ട് തയ്യാറാക്കിയത്. എന്തായാലും അത്ര പെട്ടെന്നൊന്നും വടകരയിലേക്ക് CPM-ന് കാലുകുത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നിരവധി പ്രശ്നങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ CPM അവിടെ അഭിമുഖീകരിച്ചത്. പ്രത്യേകിച്ച് TP ചന്ദ്രശേഖരൻ വധക്കേസ് വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടു. പാനൂർ ബോംബ് സ്ഫോടനം, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ, ഒപ്പം ഭരണവിരുദ്ധ വികാരവും നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് എന്തായാലും ഷാഫി പറമ്പിൽ അവിടെ വൻ ഭൂരിപക്ഷത്തിൽ തന്നെ ആയിരിക്കും ജയിക്കാൻ പോവുക.